ഇന്നത്തെ പണി നമുക്ക് കരിങ്കല്ല് തറൻ്റെ മേലെ പരത്തുക. അതാണ് ഇന്നത്തെ പണി. അപ്പോൾ കരിങ്കല്ല് കെട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് മേലെ പരത്താം. നാളെ സെൻട്രിങ്ങിൽ ഒന്ന് ബെൽറ്റ് അടിക്കാനുള്ളത്. അപ്പോൾ മേലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു 28-ന് ഒരു ചാക്ക് എന്നുള്ള കണക്കിലാണ് കൂട്ടിട്ടിട്ട്. അപ്പോൾ അതാ അങ്ങനെ ഏകദേശം കുമ്മായം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി റെഡിയാക്കാണ്ട് അങ്ങനെ ഈ ഒരു മൂലക്കുന്ന് നമ്മൾ വെച്ച് തുടങ്ങി. വെറുതെ ജസ്റ്റ് പരത്തി കൊടുത്താൽ മേലെ ഒരു പ്ലെയിൻ ആക്കിയിട്ട് കൊടുത്താൽ മതി. പിറ്റേ ദിവസം സെൻട്രിങ്ങിൽ ഒന്ന് പല അടിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുമ്മായതിൻ്റെ മേലെ കൊണ്ടുപോയിട്ടിട്ട് ചട്ടം വെച്ച് പരത്തണം. ഒരു കോല് 2 കോല് പിടിച്ചിട്ട് പരത്താണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഏകദേശം മുക്കാഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ നല്ല വെയിലാണ്. വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ 2 പേരാണ് പോയിട്ടുള്ളതിന്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ പകുതിയേക്കുന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ പരത്തി സെറ്റാക്കി കൊടുത്താൽ നാളെ അങ്ങനെ പകുതി സെൻട്രിങ്ങിൽ വന്ന് ടൈം അത്യാവശ്യം നല്ല ടൈം നമ്മൾ തന്നെ ചെയ്യുന്ന ഉച്ച ടൈമാണ്. നല്ല വെയിലും പറഞ്ഞപ്പോൾ അതിന് നമ്മൾ തൊപ്പി ഇട്ടിട്ടാണുള്ളത്. നമ്മളെ കടപ്പുറത്ത് മുസ്ലാന്മാരിടുന്ന തൊപ്പിയാണത്. അതാകുമ്പോൾ വെയിൽ വല്ലാതെ നമുക്ക് കേൾക്കില്ല. ആ റൂമിൻ്റെ കിച്ചൻ്റെ ഭാഗം കൂടി ഇടാനുള്ളൂ. ഇത് 600 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. പിന്നെ ഇത് വല്ലാതെ ഫിനിഷ് ചെയ്യണില്ല, കാരണം അതിൻ്റെ മേലെ ബെൽറ്റ് വരാനുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ തരിയായിട്ടാണ് ഇത് മേലെ പരത്തുന്നത്. പടവിന് കൊടുന്ന തരിയായിട്ടാണ് ഇത് പരത്തുന്നത്. അപ്പോൾ അത്രയും ഇതാണ്. നല്ല വെയിലും ഏകദേശം ഇപ്പോൾ 1 മണിയ ടൈമാണ്. നല്ല വെയിലാണ്. അപ്പോൾ ഏകദേശം ചോറിനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ രാക്കം കിട്ടും. ഇനിയിപ്പോൾ ചോറിന് വരുമ്പോഴത്തേക്കും വെയിലൊന്നും കൂടി കുറയും. പക്ഷെ ഇവിടെ നേരിട്ട് വെയിൽ ഉദിക്കൊണ്ട് ഒരു തടസ്സങ്ങളൊന്നുമില്ല, മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ വെയിലും ഫുള്ളായിട്ട് എന്തായാലും കൊള്ളണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്താൽ അത്രയും പെട്ടെന്ന് പോകാമെന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ചോറുന്നാൽ കുറച്ച് വൈകിയാലും അപ്പോൾ ഇനിയിപ്പോൾ ആ കിച്ചണും കൂടി ഇടാനുള്ളൂ. അപ്പോൾ അടുത്ത കൂട്ട് കൂട്ടിയിട്ട് അത് നനയ്ക്കുകയാണ്. അങ്ങനെ ഇത് വെയിലത്തായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. വെയിൽ നല്ല അന്നത്തെ ദിവസം നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി കിച്ചണും കൂടി ഇടാനുള്ളൂ. അപ്പോൾ അതിനുള്ള കൂട്ടിയിട്ട് ഇടാൻ പോവാണ്. അതിട്ട് നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞ്. അപ്പോൾ അതാ നിസാർ കുമ്മായിട്ട് വരികയാണ്. ഈ ടൈമിൽ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിസാർ കൊണ്ടുപോയിട്ടോളാം എന്ന് പറഞ്ഞ് അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് 2 കെട്ടി അതിമ്പോൾ പരത്തിയിട്ട് വരും. എന്നിട്ട് ഞാൻ പോയിട്ട് കോലിച്ച് പരത്തിലാണ്. അങ്ങനെ ഇപ്പോൾ അതാ ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരത്തലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 28 ചട്ടിക്ക് ഒരു ചാക്ക് സിമെൻ്റ് കണക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണാം. ചെറിയ വീടാണ്. ഇത് സാധാരണ ചെറിയ സ്ഥലങ്ങളിൽ ഒതുക്കാൻ പറ്റിയൊരു വീടാണ്. അപ്പോൾ ഓക്കെ, അടുത്ത പുതിയ വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.